സുരേഷ് കുമാർ, ആ സമഗ്രാധിപത്യം പോകുന്നു, അത് ജനാധിപത്യത്തിന് നല്ലതാണ്. അതിന് കാരണം എന്താണ്? ഇനി അവിടെ അപ്പം ചുട്ടെടുക്കുന്ന പോലെ നിയമങ്ങൾ പാസ്സാവില്ല, ബില്ലുകൾ വരില്ല. NDAക്കകത്ത് ചർച്ചകൾ ഉണ്ടാകണം, NDA യോഗം ചേരും, അവിടെ നായിഡുവിനെയും JDUവിനെയും അനുനയിപ്പിക്കണം. അതിനുശേഷം സഭയിലേക്ക് എത്തിയാൽ സഭയിൽ 100 കോൺഗ്രസ് അംഗങ്ങളടക്കം ഒരു ശക്തമായ പ്രതിപക്ഷ ബ്ലോക്കുണ്ട്. അവർക്ക് ആനുപാതികമായ സമയം സംസാരിക്കാൻ കൊടുക്കേണ്ടി വരും. അവിടെ ചന്ദ്രശേഖർ ആസാദ്, റാവൺ എന്ന് പറയുന്ന സംസാരിക്കാൻ അറിയാവുന്ന ആളുണ്ട്, മഹുവ മൈത്രയുണ്ട്, രാഹുൽ ഗാന്ധി അടക്കമുണ്ട്, ഒരുപാട് വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പോയ 10 വർഷങ്ങളുടെ കാഴ്ചയേ ആവില്ല അടുത്ത വരാൻ പോകുന്ന 5 വർഷം പാർലമെന്റിൽ എന്നത് വ്യക്തമല്ലേ ശ്രീ സുരേഷ് കുമാർ? പാർലമെന്റ് തീർച്ചയായിട്ടും പാർലമെന്റിൽ വലിയൊരു മാറ്റം വരികയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ നമുക്കൊരു പ്രതിപക്ഷ നേതാവ് തന്നെ ഉണ്ടാകുന്നു, നമുക്കൊരു പ്രതിപക്ഷത്തെ ബഹുമാനിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, സഖ്യകക്ഷികളെ ബഹുമാനിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാകുന്നു. പക്ഷേ ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർക്ക് ഇപ്പം സഖ്യകക്ഷികളായി നിൽക്കുന്നവർക്കും BJPക്കും തന്നെയും അവർക്ക് കൃത്യമായ അജണ്ടകളുണ്ട്. അവർ നിൽക്കുന്നത് അവരവരുടെ അജണ്ടകൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താനാണ്. അപ്പോൾ അതിനകത്ത് കുറേ വിവാദ അജണ്ടകൾ ഒരുപക്ഷെ അലമാരയ്ക്കുള്ളിൽ വെച്ച് പൂട്ടേണ്ടി വന്നാൽ പോലും ബാക്കി അവർ ഇതിൻ്റെ ഒരു വികസനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആശ്വാസകരമാണ്. വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം കുറേ കാലത്തേക്ക് മാറി നിൽക്കും എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ്. ഇനി BJPക്ക് ഒറ്റയ്ക്ക് അധികാരം പിടിക്കാൻ പറ്റുന്ന ഒരു കേവല ഭൂരിപക്ഷം കിട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി വരുന്നത് എന്നാണെന്ന് പോലും BJP ഇനി ഗണിച്ചു നോക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ജനാധിപത്യത്തിന് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. പക്ഷേ ഇവർ പരസ്പരം കാലുവാരാൻ നോക്കി നിൽക്കുന്ന ആളുകളാണ് ഇപ്പോഴത്തെ സഖ്യകക്ഷികൾ എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകേണ്ടതില്ല. 32 സീറ്റിൻ്റെ പേരിൽ BJPയുടെ അജണ്ട 240 സീറ്റ് നേടിയ BJPയുടെ അജണ്ട മോദി അമിത്ഷാമാർ മാറ്റിവെക്കും പൂർണ്ണമായി തന്നെ എന്നൊന്നും നമ്മൾ കാണേണ്ടതില്ല. കാരണം അവരതിനകത്ത് ഒരു ഹിഡൻ അജണ്ടയായിട്ട് ഇത് പാർലമെന്റിലും അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിലും നടപ്പാക്കാനുള്ള ഒരു ശ്രമം വരും. അത് നായിഡുവിനോ നിതീഷ് കുമാറിനോ ദഹിക്കാത്ത ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് തീർത്തും നിരക്കാത്ത ഒരു സാഹചര്യം വരുമ്പോൾ മാത്രം അതൊരു പൊട്ടിത്തെറിയിലേക്ക് കലാശിച്ചു പോയേക്കാം. അതുകൊണ്ട് 5 വർഷം ഇത് സുഗമമായി പോകുമെന്നൊന്നും ഇപ്പോൾ പറയാവുന്ന ഒരു സാഹചര്യവുമില്ല. ഇപ്പോൾ ഭരിക്കാൻ കയറുന്നു, ഓരോരുത്തരും അവരവരുടെ അജണ്ടയുമായി മുന്നോട്ട് പോകുന്നു. ആ അജണ്ട കൊണ്ടു നടക്കാൻ പറ്റുന്നിടത്തോളം കൊണ്ടു നടക്കുന്നു. അത് കഴിഞ്ഞാൽ നായിഡു BJPയെ ഉപേക്ഷിച്ച് പോവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നേരത്തെ സംസാരിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു പ്രീപോൾ അലയൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് 5 വർഷത്തെ ഭരണവും ഈ പ്രീപോൾ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ പോകും എന്നൊന്നും നമ്മൾ കാണേണ്ടതില്ല. എല്ലാവരും അവസരവാദികളാണ്, എല്ലാവരും ഹിഡൻ അജണ്ടയുമായി നിൽക്കുന്നവരാണ്. അവർ തീർച്ചയായിട്ടും അതാത് സമയം പത്തിവിടർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അവിടെ തന്നെയാണ് ഈ മോദി സർക്കാരിന് വീണ്ടും 3-ാം ഊഴം കിട്ടുമ്പോഴും ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ ശ്വാസം വീഴുമ്പോഴും നമ്മളൊരു അപകടം കാണേണ്ടതുണ്ട് എന്ന് നമുക്ക്, അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം, മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും അങ്ങോട്ട് ഇല്ലാതെ പോകാൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഏകാധിപത്യ ശൈലി, ഒരു സ്വേച്ഛാധിപത്യ ശൈലി ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് നമ്മൾ കരുതേണ്ടതില്ല. അവർ തീർച്ചയായിട്ടും അവർക്ക് എപ്പോഴും പിന്നാമ്പുറത്ത് കളിച്ചാണ്. ശരി, എന്തായാലും നായിഡുവും നിതീഷും ഒക്കെ അതിനേക്കാൾ കൂടുതൽ പിന്നാമ്പുറത്ത് കളിച്ച് ശീലമുള്ളവരാണ്. അപ്പോൾ അത് എളുപ്പമാണോ എന്ന് എനിക്കറിയില്ല.